ഹലോ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഫങ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ റേഞ്ച് ആൻഡ് ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫങ്ഷൻസ് എങ്ങനെയാണ് ഗ്രാഫിൽ റിപ്രസെൻ്റ് ചെയ്യുന്നത് ആൻഡ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ 2.4 ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് എങ്ങനെയാണ് ഗ്രാഫിൽ റിപ്രസെൻ്റ് ചെയ്യാമെന്ന് നോക്കാം. സിൻസ് എനി ഫംഗ്ഷൻ ക്യാൻ ബി റിപ്രസെൻറ്റഡ് ബൈ ഓർഡർഡ് പെയർസ് ദെർഫോർ എ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് ഓൾവേസ് പോസിബിൾ. അല്ലേ, നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓർഡർഡ് പെയർസ് യൂസ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഡ്രോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഓർഡർഡ് പെയർ ആവശ്യമാണ്. നമുക്കൊരു പെയർ വെച്ചിട്ട് ഗ്രാഫ് റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ റിപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഓർഡർഡ് പെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു ഫംഗ്ഷന് എപ്പോഴും ഗ്രാഫ് നമുക്ക് പോസിബിളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ y is equal to x സ്ക്വയർ. ഒരു ഫംഗ്ഷൻ തന്നിട്ട് y is equal to x സ്ക്വയർ. ഇതിൻ്റെ ഗ്രാഫിക് റിപ്രസെൻറ്റേഷൻ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എക്സ് ആൻഡ് വൈന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് ഗ്രാഫ് കിട്ടുള്ളൂ. അപ്പോൾ എക്സ് എന്ന ആക്സസിൽ 0 കൊടുക്കുമ്പോൾ നമുക്ക് y വാല്യൂ വിൽ ഗെറ്റ് 0 ആൻഡ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 1, 2 ചെയ്ത 4, -2 ചെയ്ത 4, 3, 9, -3 നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഗ്രാഫ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുക? ഇത് എക്സ് ആക്സസ് ആൻഡ് ഇത് y ആക്സസ്. ഹിയർ എക്സ് ആൻഡ് എക്സ് ഡാഷ് y ഡാഷ്. അപ്പോൾ നമ്മൾ x0 y0. അപ്പോൾ ഓർഡർഡ് പെയർ എന്തായിരിക്കും? 0 0. അത് ഒറിജിൻ ആണ് അല്ലേ. നെക്സ്റ്റ് എക്സിൽ 1 ആൻഡ് വൈയിൽ 1. അപ്പോൾ നമുക്ക് എവിടെയാണ് വരിക? എക്സിൽ 1 ഇവിടെ വരും ആൻഡ് വൈയിൽ 1 ഇവിടെ. അപ്പോൾ ഈ ഓർഡർഡ് പെയർ 1 1 ലൈക്ക് ദാറ്റ്. -1 1. -1 എന്ന് പറയുന്നത് നെഗറ്റീവ് ടേം. അപ്പോൾ ഇത് എക്സ് ഡാഷിൽ വരും. -1 1 ഓർഡർഡ് പെയർ ഇവിടെ വരും. അതുപോലെ 2 4 -2 4 3 9 -3 9 4 16 -4 16 ആൻഡ് ഗോസ് ഓൺ. ഇപ്പോൾ ഇൻഫിനിറ്റി വരെ പോകും ഇത് അല്ലേ. അപ്പോൾ ഇതാണ് y is equal to x സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത് നമുക്ക് ഈ ഗ്രാഫ് വന്നിട്ട് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമുക്ക് ഇതിൽ എല്ലാ പോയിൻറ്റ്സും നമുക്ക് ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജൊക്കെ എന്താണ്? യുണിക്കാണ് അല്ലേ. ഫസ്റ്റ് ഇമേജിനൊക്കെ ഫസ്റ്റ് എലമെൻറ്റിനെല്ലാം യുണിക് ഇമേജാണ് ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് എന്താണ്? ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ആ റൂൾസിൽ നമ്മൾ കണ്ടീഷനിൽ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർഡ് പെയർസ്, അതായത് ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റിന് യുണിക് ഇമേജ് ഉണ്ടാവണം. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആൻഡ് ഫസ്റ്റ് ഓർഡർഡ് പെയറിലെ എലമെൻറ്റ്സ് എല്ലാം ഡിഫറൻ്റ് ആണ് അല്ലേ. അപ്പോൾ തന്നിട്ടുള്ള y is equal to x സ്ക്വയർ എന്ന ഫംഗ്ഷൻ എന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഗ്രാഫ് വഴി നമുക്ക് പറയാം അല്ലേ. മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സിനൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആൻഡ് വൈനൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് y വാല്യൂ എന്ത് കിട്ടും? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ആൻഡ് y ഇസ് ഈക്വൽ ടു 5 കിട്ടും. അതുപോലെ 0 - 5. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 0 + y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഇത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കാം. നമ്മൾ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 0 + y സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ y വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് +or-5, അതായത് വൈന് നമുക്ക് 2 വാല്യൂസ് കിട്ടും. +5ഉം കിട്ടും ആൻഡ് -5ഉം കിട്ടും. അപ്പോൾ നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0 5 എന്നൊരു ഓർഡർഡ് പെയർ ആൻഡ് 0 -5 എന്ന് പറയുന്ന ഒരു ഓർഡർഡ് പെയർ കിട്ടും. അതുപോലെ നെക്സ്റ്റ് ഏത് വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 4 5 എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എന്നിട്ട് ഒരു ഗ്രാഫ് ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് ഓർഡർഡ് പെയർസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ്. ഫസ്റ്റ് വൺ 0 5. 0 എവിടെയാണ്? ഒറിജിൻ ആൻഡ് 5 ഇസ് ഹിയർ. 0 ആൻഡ് 5 വൈ ആക്സസിൽ. അപ്പോൾ ഇവിടെ 0 5. നെക്സ്റ്റ് 0 - 5 ഇവിടെ വരും. അതുപോലെ നെക്സ്റ്റ്
3 ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ട് 2 വെച്ചിട്ട് ചെയ്യാൻ വേണമെങ്കിൽ എല്ലാ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇവിടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3, 4 എല്ലാം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് 3 വെച്ചിട്ട് ചെയ്യുമ്പോൾ 3 എവിടെയാണ്? 3 എക്സ് ആക്സസിൽ ആൻഡ് 4 ഇസ് വൈ ആക്സസ്. അപ്പോൾ 3, 4. നെക്സ്റ്റ് 3 - 4 ഇവിടെ വരാം. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഒരു സർക്കിളാണ് അല്ലേ? നമുക്കൊരു സർക്കിൾ കിട്ടും. അപ്പോൾ ഈ ഗ്രാഫ് വന്നിട്ട് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ പറയാം? നമുക്ക് ഫങ്ഷൻ അല്ല. ബിക്കോസ് നമുക്ക് ഫസ്റ്റ് എലമെൻ്റ് തന്നെ ഓർഡർ പെയറിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡ് പോയിന്റ് സെയിം ആണെങ്കിലാണ് അതൊരു സർക്കിൾ. അപ്പോൾ സെയിം ആവണമെങ്കിൽ അതിന് സെയിം പോയിന്റ് ഉണ്ടാവണം. അതായത് അപ്പോൾ ഓർഡർ പേസിൽ ഫസ്റ്റ് എലമെന്റ് സെയിം ആയിരിക്കും. ദ ഗ്രാഫ് represent a circle. Does this represent a function? ആണോ? അല്ല. This does not represent a function because corresponding to the same value of x there does not exist a unique value of y. അല്ലേ? നമുക്ക് ഓരോ എലമെന്റിനും യുണിക് വാല്യൂ y യുണിക് വാല്യൂ ഉണ്ടാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്കിവിടെ സെയിം എലമെന്റ്സ് വന്നിട്ട് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ഒരു എക്സസൈസ് പോലെ. ഫസ്റ്റ് വൺ, ഡസ് ദ ഗ്രാഫ് റിപ്രസെൻറ്റ് എ ഫങ്ഷൻ? ഈ തന്നിട്ടുള്ള ഗ്രാഫ് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് പറയാം? ഈ തന്നിട്ടുള്ള ഗ്രാഫ് എന്താണ്? ഇറ്റ് ഈസ് ആൻ എലിപ്സ് അല്ലേ? എലിപ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? നമ്മൾ ഇതിൻ്റെ നമുക്ക് പോയിന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എലിപ്സ് ഇവിടെ സെയിം ആവണമെങ്കിൽ ഇവിടെ നിന്നുള്ള പോയിന്റ് തന്നെയായിരിക്കണം ഇങ്ങോട്ടും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ് എന്തായിരിക്കും? ഇറ്റ് ഷുഡ് ബി സെയിം ആയിരിക്കും. അപ്പോഴേ നമുക്കൊരു സർക്കിൾ അല്ലെങ്കിൽ എലിപ്സ് ഒക്കെ കിട്ടുള്ളൂ. ക്ലോസ്ഡ് കർവ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം? അത് സെയിം പോയിന്റ് ആയിട്ടുണ്ടാവണം. അപ്പോഴേ നമുക്ക് ക്ലോസ്ഡ് കർവ് കിട്ടുള്ളൂ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഫസ്റ്റ് എലിപ്സ് ഇസ് നോട്ട് എ ഫങ്ഷൻ. സെക്കൻഡ് വൺ നോക്കാം. ഡസ് ദ ഗ്രാഫ് റിപ്രസെന്റ് എ ഫങ്ഷൻ? ഇതെന്താണ്? ഫങ്ഷൻ ആണോ അല്ലയോ? ആണ്. ബിക്കോസ് നമുക്കിതൊരു ക്ലോസ്ഡ് കർവ് അല്ല. ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് എന്താ കിട്ടുക? ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡർഡ് പെയർസ് കിട്ടും നമുക്ക്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് ആണ്. ഇത് നമുക്ക് ഈ ഗ്രാഫ് വന്നിട്ട് ഇൻഫൈനൈറ്റ് ആണ്. അതിന് നമുക്ക് പോയിന്റ്സ് നിറയെ ഉണ്ടാവും. ബട്ട് നമ്മൾ എലിപ്സ് ആൻഡ് സർക്കിൾ നോക്കുമ്പോൾ അതൊരു ക്ലോസ്ഡ് കർവ് ആണ്. ആൻഡ് സ്റ്റാർട്ടിങ് പോയിന്റും എൻഡ് പോയിന്റും നമുക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ എലിപ്സ് ഇസ് നോട്ട് എ ഫങ്ഷൻ ആൻഡ് ഇത് തന്നിട്ടുള്ള ഈ കർവ് ഇസ് എ ഫങ്ഷൻ. നെക്സ്റ്റ് നോക്കാം. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. നമുക്കിവിടെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് ഗ്രാഫ് വരയ്ക്കണം. നമ്മൾ മേലെ ചെയ്തതുപോലെ തന്നെ. ആൻഡ് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വൈന് വാല്യൂ കണ്ടുപിടിക്കാം. ഓരോ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് ഗ്രാഫിൽ റിപ്രസെൻറ്റ് ചെയ്യുക. അത്രേ ഉള്ളത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റിപ്രസെൻറ്റ് എ ഫങ്ഷൻ? ഇതിൽ ഏതൊക്കെ ഗ്രാഫാണ് ഫങ്ഷൻ റിപ്രസെൻറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ഗ്രാഫ് നമുക്ക് നോക്കാം. എക്സ് ആൻഡ് വൈ ആക്സസിൽ ഇതിൽ ഒരു സെമി ഓപ്പൺ തന്നിട്ടുണ്ട്, കർവ് തന്നിട്ടുണ്ട്, സെമി. അപ്പോൾ ഇതിൽ വന്നിട്ട് നോക്കുമ്പോൾ ഇത് ക്ലോസ്ഡ് കർവ് അല്ല. ബട്ട് നമ്മളിവിടെ പോയിന്റ്സ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇവിടെയാണ് ഒരു പോയിന്റ് എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എക്സ് ആക്സസ് നെഗറ്റീവിലാണ്. -1 ഇവിടെ 1 ഉണ്ടാവും. ആൻഡ് -1 ഇവിടെയും -1. അപ്പോൾ -1 എന്ന് പറയുന്നത് എന്താണ്? റിപ്പീറ്റ് ആവുന്നുണ്ട്. ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രാഫ് നോക്കുക. ഇതിൽ ഇവിടെയും വരണമെങ്കിൽ നമുക്ക് ഇവിടെ സെയിം ആയിട്ടുള്ള എലമെന്റ്സ് എന്താ? ഓർഡർഡ് പെയർസിലെ ഫസ്റ്റ് എലമെന്റ് റിപ്പീറ്റഡ് ആയാലും നമുക്ക് ഇതൊരു ക്ലോസ്ഡ് കർവും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പറയും ഇത് എന്തല്ല? ഫങ്ഷൻ അല്ല. നെക്സ്റ്റ് തേർഡ് നോക്കാം. തേർഡിൽ ഗ്രാഫ് എങ്ങനെയാണുള്ളത്? എക്സ് ആക്സിസിലേക്ക് ഒരു ഡയറക്ഷൻ ആൻഡ് വൈ എക്സ് ഡാഷിലേക്ക് ഒരു ഡയറക്ഷൻ. ഇവിടെ എന്താ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം ഇതിലൊന്നും റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല അല്ലേ? നമ്മൾ പോയിന്റ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിലൊന്നും റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷൻ. അതുപോലെ തന്നെ ഡിയിലും എല്ലാം നമുക്ക് ഡിഫറെൻറ്റ് പോയിന്റ്സ് കിട്ടും. ഇവിടെ നമുക്ക് സപ്പോസ് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ കിട്ടുക? -1. ഇവിടെ നമുക്ക് എക്സാമ്പിൾ 3, 4 എടുക്കാം.
ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെയും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇറ്റ് ഈസ് എ ഫങ്ഷൻ. ആൻഡ് ലാസ്റ്റ് വൺ നോക്കാം. ഇതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ തന്നെയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡർഡ് പെയേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ എ ഫങ്ഷൻ. അപ്പോൾ എങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫങ്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? അതായത് നമ്മൾ നോക്കുക അതിൽ ഓർഡർഡ് പെയേഴ്സ് വന്നിട്ട് ഏതൊക്കെയാണ്, അതിൽ ഫസ്റ്റ് എലമെൻറ്റ് റിപ്പീറ്റഡ് ആവുന്നുണ്ടോ, എവിടെയാണ് ഓർഡർഡ് പെയർ ഉള്ളതെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് വി ക്യാൻ ഐഡൻറ്റിഫൈ ഏത് ഫങ്ഷൻ ആണോ അല്ലയോ എന്ന്. ഒരു ഹിൻറ്റ് നോക്കാം. ഇഫ് എനി ലൈൻ പാരലൽ ടു y axis cut the graph in more than one point, graph does not represent a function. അതായത് ഏതെങ്കിലും ഒരു ലൈൻ വന്നിട്ട് ഇതിപ്പോൾ ഈ മേലെ തന്നിട്ടുള്ള ഗ്രാഫ് ഇറ്റ് ഇസ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ വന്നിട്ട് അത് പാരലൽ ടു y ആക്സിസ് ആണെങ്കിൽ അത് വന്നിട്ട് ആ ഗ്രാഫ് അതിന് മോർ ദാൻ വൺ പോയിന്റ്, ആ ഗ്രാഫ് കട്ട് y ആക്സിസ് കട്ട്സ് ദ ഗ്രാഫ് മോർ ദാൻ വൺ പോയിന്റിന് ആണെങ്കിൽ ആ ഗ്രാഫ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം സം സ്പെഷ്യൽ ഫങ്ഷൻസ്. കുറച്ച് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് വേണമെങ്കിൽ പറയാം. സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഏതാ നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മോണോട്ടോണിക് ഫങ്ഷൻസ്. ഈ മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എയ്തർ ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം എ ടു ബി. എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ബി എ ഫങ്ഷൻ, അതൊരു ഫങ്ഷൻ ആണ്. ദെൻ എഫ് ഇസ് സെറ്റ് ടു ബി മോണോട്ടോണിക്. മോണോട്ടോണിക് ഫങ്ഷൻ ആണ്. ഏത് ഇൻ്റർവെൽ? ഓൺ ആൻ ഇൻ്റർവെൽ എ കമ ബി, ഓപ്പൺ ഇൻ്റർവെൽ എ കമ ബി. ആ ഫങ്ഷൻ എന്ന് പറയുന്നത് മോണോട്ടോണിക് ആണ് ഇഫ് ഇറ്റ് ഇസ് എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓൺ ദാറ്റ് ഇൻ്റർവെൽ. ആ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ നമുക്ക് തന്നിട്ടുള്ള ഫങ്ഷൻ എയ്തർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ആണെങ്കിൽ നമുക്ക് ആ ഫങ്ഷന് എന്ത് പറയാം? ഇറ്റ് ഈസ് എ മോണോട്ടോണിക് ഫങ്ഷൻ. മനസ്സിലായില്ല? അപ്പോൾ മോണോട്ടോണിക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫങ്ഷൻ അത് വന്നിട്ട് ഒരു ഇൻ്റർവെല്ലിൽ ഇപ്പോൾ എ കമ ബി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൽ മോണോട്ടോണിക് എന്ന് നമുക്ക് എപ്പോൾ പറയാം? ആ ഫങ്ഷൻ ഏതർ ഇൻക്രീസിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഡിക്രീസ് ആയിരിക്കണം. ആ തന്നിട്ടുള്ള ഇൻ്റർവെല്ലിൽ, ആ ഇൻ്റർവെല്ലിൽ തന്നെ ഡിക്രീസിങ് അല്ലെങ്കിൽ ഇൻക്രീസിങ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്നിട്ടുള്ള ഫങ്ഷൻ ഇസ് എ മോണോട്ടോണിക് ഫങ്ഷൻ. നമുക്ക് നോക്കാം. ഫോർ ഫങ്ഷൻ ടു ബി ഇൻക്രീസിങ് ഓൺ ആൻ ഇൻ്റർവെൽ. നമ്മൾ പറഞ്ഞു ഇത് വന്നിട്ട് ഏതർ ഇൻക്രീസിങ് ആവാം ഓർ ഡിക്രീസിങ് ആവാം. അപ്പോൾ ഇൻക്രീസിങ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും എന്ന് നോക്കാം. രണ്ട് പോയിൻറ്റ്സ് x1 ആൻഡ് x2. അപ്പോൾ നമ്മൾ x1 നമ്മൾ എടുക്കുകയാണ്, x1 ലെസ് ദാൻ x2. നമ്മൾ എടുക്കുന്ന പോയിൻറ്റ്സിൽ x1 ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2. അങ്ങനെയാണെങ്കിൽ അതായത് തന്നിട്ടുള്ള ആ ഇൻ്റർവെല്ലിൽ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ലെസ് ദാൻ f ഓഫ് x2 ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൻ ഇൻക്രീസിങ് ഫങ്ഷൻ. ആ ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ആയിരിക്കും അത്. ആൻഡ് ഡിക്രീസിങ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 വിച്ച് ഇംപ്ലൈസ് f ഓഫ് x1 ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു a കമ b. ആ x1 x2 എന്ന് പറയുന്നതൊക്കെ എന്തായിരിക്കും? ആ ഇൻ്റർവെല്ലിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാവുക? നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു. രണ്ട് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ അതിൽ ഫസ്റ്റ് എടുക്കുന്ന എലമെൻറ്റ്സ് ഇസ് ലെസ് ദാൻ ദ സെക്കൻഡ് എലമെൻറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജസ് ആണ് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2. അത് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. ആൻഡ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ അത് ഡിക്രീസിങ് ആയിരിക്കും. A function may not be monotonic in the whole domain, but it can be on different intervals of the domain. ഇപ്പം നമ്മൾ എടുക്കുന്ന ഫങ്ഷൻ അത് വന്നിട്ട് ഫുൾ ഡൊമൈൻ വന്നിട്ട് മോണോട്ടോണിക് ആയിരിക്കണമെന്ന് ഇല്ല. ബട്ട് ഇറ്റ് ക്യാൻ ബി ഓൺ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ അത് വന്നിട്ട് മോണോട്ടോണിക് ആയിരിക്കാം. ബട്ട് ഹോൾ ഡൊമൈൻ വന്നിട്ട് മോണോട്ടോണിക് ആവണമെന്ന് ഇല്ല. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം റിയൽ ഫംഗ്ഷൻ ടു റിയൽ നമ്പേഴ്സ് ടു റിയൽ ഡിഫൈൻഡ് ബൈ ഫംഗ്ഷൻ തന്നിട്ട് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാം. മോണോട്ടോണിക് ഫംഗ്ഷൻ ഫോർ ഓൾ x1 x2 ബിലോങ്സ് ടു 0 കമ ഇൻഫിനിറ്റി. ഇപ്പോൾ ഇൻ്റർവെൽ ഏതാണ്? 0 ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 കമ ഇൻഫിനിറ്റി. ഇതിൽ x1 ലെസ് ദാൻ x2. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 ആൻഡ് 2 എക്സാമ്പിൾ 1 ആൻഡ് 2 എടുത്താൽ 1 ലെസ് ദാൻ 2 ആണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 1 എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1 കിട്ടും. എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 കിട്ടും. ആൻഡ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 4. അപ്പോൾ 1 ലെസ് ദാൻ 2 ആണ് ആൻഡ് 1 ലെസ് ദാൻ 4 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് എ
ഇൻക്രീസിങ് ഫംഗ്ഷൻ, മോണോട്ടോണിക് ഫംഗ്ഷൻ ഓൺ 0, ഇൻഫിനിറ്റി. അപ്പോൾ ഇതെന്താ ഓൺലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഡിഗ്രീസ് മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ ഏതർ ഇൻക്രീസിങ് ഓർ ഡിഗ്രീസിങ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഇൻ്റർവെല്ലിൽ ഈ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ 0, ഇൻഫിനിറ്റി എന്ന ഇൻ്റർവെല്ലിൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് ഈ സെയിം ഫംഗ്ഷൻ നമുക്ക് ഡിഗ്രീസിങ് ആണോ നോക്കാം. ഇൻ്റർവെൽ ഓപ്പൺ ഇൻ്റർവെൽ -∞, 0. അപ്പോൾ നമുക്കിതിൽ എന്തുണ്ടാവും? -∞യും 0 ഉണ്ടാവാൻ പാടില്ല. ബിറ്റ്വീൻ -∞ ആൻഡ് 0 ഇൻ്റർവെൽ അതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ -1 and -2 എടുക്കാം. ഇതിൽ -2 is less than -1 അല്ലേ? അപ്പോൾ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 4 കിട്ടും. ആൻഡ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 കിട്ടും. അപ്പോൾ 4 is greater than 1 അല്ലേ? നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 4 is greater than 1 കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ ഇതെന്താണ്? ഓൺലി ഡിഗ്രീസ് മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ്. ഏത് ഇൻ്റർവെല്ലിൽ? -∞, 0 ആൻഡ് ഇറ്റ് ഈസ് എ ഡിഗ്രീസിങ് ഫംഗ്ഷൻ ഓൺ ദാറ്റ് ദിസ് ഇൻ്റർവെൽ. അതായത് -∞, 0 എന്ന ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ ഡിഗ്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് എങ്ങനെയാണത് ഇൻക്രീസിങ് ഫംഗ്ഷൻ, മോണോട്ടോണിക് ഫംഗ്ഷൻ ആണത് ഡിഗ്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ? അതായത് ആ ഇൻ്റർവെല്ലിൽ നോക്കി അതിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഇൻക്രീസിങ് ആൻഡ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഗ്രീസിങ് ഫംഗ്ഷൻ. Therefore, if we talk of the whole domain, given function is not monotonic on R, but it is monotonic on -∞, 0 and 0, ഇൻഫിനിറ്റി. നേരത്തെ നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഹോൾ ഡൊമൈൻ വന്നിട്ട് മോണോട്ടോണിക് ആകണമെന്നില്ല. ബട്ട് നമ്മൾ ഇൻ്റർവെൽ നോക്കുമ്പോൾ അത് മോണോട്ടോണിക് ആണ്. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം R to R ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതിൽ നമ്മൾ for all x1 x2 belongs to domain x1 less than x2 implies f of x1 less than f of x2 ആയിരിക്കും. ഇതെന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് കിട്ടൂല? ഡിഗ്രീസിങ് ആവില്ല. therefore the function is monotonic on R ആയിരിക്കും. അപ്പോൾ ഇത് ഹോൾ ഡൊമൈൻ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഫുൾ ഡൊമൈനും നമുക്ക് അതിലുണ്ടാവും. അപ്പോൾ ഇറ്റ് ഈസ് എ മോണോട്ടോണിക് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഫംഗ്ഷൻ ഇസ് ഈവൻ ഫംഗ്ഷൻ. നമുക്ക് ഈവൻ നമ്പേഴ്സ് അറിയാം. നമുക്ക് എന്ത് ഈവൻ ഫംഗ്ഷനെ നോക്കാം. എ ഫംഗ്ഷൻ ഇസ് സെറ്റ് ടു ബി ഈവൻ ഫംഗ്ഷൻ ഇഫ് ഫോർ ഈച്ച് എക്സ് ഓഫ് ഡൊമൈൻ. അതായത് ഡൊമൈനിൽ നമ്മൾ എടുക്കുന്ന ഡൊമൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ്സ്. അത് നമ്മൾ ഫോർ ഈച്ച് എക്സ് ഓഫ് ഡൊമൈൻ നമ്മൾ എടുക്കുന്ന ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സും എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുകയാണെങ്കിൽ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്കത് എന്ത് പറയാം? ഈവൻ ഫംഗ്ഷൻ. അതായത് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, then f of -x is equal to -x square is equal to x square, which is equal to f of x. ഇപ്പോൾ നമ്മളിവിടെ f of x equal to x square എന്ന ഫംഗ്ഷനിൽ കാണിച്ചു തരാം. ഇപ്പം ഇതിൽ നോക്കാം. നമുക്ക് എഫ് ഓഫ് എക്സിന് നമ്മൾ -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതേപോലെ എഫ് ഓഫ് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 1 കിട്ടും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് -x എന്ന് പറയുന്നതും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പോൾ ആ നമ്മൾ നെഗറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുമെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പം ഇതിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -x സ്ക്വയർ അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വന്നാൽ ഇറ്റ് ഈസ് എൻ ഈവൻ ഫംഗ്ഷൻ. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, then f of -x എന്താണ്? കോസ് ഓഫ് -x. ആൻഡ് നമുക്കറിയാം കോസ് ഓഫ് -θ എന്താണ്? കോസ് തീറ്റയാണ് അല്ലേ? സൈൻ ഓഫ് -θ -സൈൻ തീറ്റയാണ്. ബട്ട് കോസ് ഓഫ് -θ എന്താണ്? കോസ് തീറ്റ. അപ്പോൾ നമുക്ക് കോസ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്, ഇറ്റ് ഈസ് ആൻ കോസ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്
then f of minus x is equal to mod minus x. Mod minus x എന്ന് പറയുന്നത് എന്താണ്? mod x ആണ്. കാരണം നമ്മൾ മോഡിൽ എഴുതുമ്പോൾ നെഗറ്റീവ് വാല്യൂ ഓൾസോ ബിക്കം പോസിറ്റീവ് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ നമ്മൾ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. ദ ഗ്രാഫ് ഓഫ് ദിസ് ഈവൻ ഫംഗ്ഷൻ, നമ്മൾ ഈ തേർഡ് വൺ മോഡുലസിൻ്റെ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഇതിനെങ്ങനെ നമുക്ക് ഇത് ചെയ്യാം? എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ 0 തന്നെ കിട്ടും. ആൻഡ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് ഹിയർ, ആൻഡ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇവിടെ 3 ലൈക്ക് ദാറ്റ്, ആൻഡ് -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വിൽ ഗെറ്റ് 1, -2 ചെയ്ത 2 ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ്. ഈ ഗ്രാഫ് എന്താണ്? സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് അല്ലേ? സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ഗ്രാഫിൽ എക്സിന് പകരം മൈനസ് ആ വാല്യൂവിന് പകരം ആ നെഗറ്റീവ് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് തന്നിട്ടുള്ള ഇക്വേഷൻ തന്നെ കിട്ടുവാണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സിമെട്രിക് അബൌട്ട് വൈ ആക്സിസ് എന്ന് പറയാം. എക്സിന് പകരം നമ്മൾ -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വൈനല്ല. തന്നിട്ടുള്ള ഇക്വേഷനിൽ എക്സിന് പകരം നമ്മൾ -x റീപ്ലേസ് ചെയ്യുമ്പം നമുക്ക് ആ കിട്ടുന്ന ഗ്രാഫ് അതെന്തായിരിക്കും? സിമെട്രിക്കൽ അബൌട്ട് വൈ ആയിരിക്കും. അപ്പം നമുക്കിത് എന്തെന്ന് പറയാം? ഈവൻ ഫങ്ഷൻസ് ഒക്കെ സിമെട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് ആയിരിക്കും അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഓഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. ഈവൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ആൻഡ് ഓഡ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. വിൽ സി ആൻ എക്സാമ്പിൾ. ഫസ്റ്റ് എക്സാമ്പിൾ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇതിൽ എക്സിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം? -x റീപ്ലേസ് ചെയ്യുമ്പോൾ -x ദ ഹോൾ ക്യൂബ് കിട്ടും. -x ദ ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു -x ക്യൂബ് അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -x ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് എടുത്ത ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. ആൻഡ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് പകരം -x റീപ്ലേസ് ചെയ്യുമ്പോൾ എഫ് ഓഫ് -x ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് -x. ഞാൻ നേരത്തെ പറഞ്ഞു സൈൻ ഓഫ് -θ എന്താണ്? -sin θ. അപ്പോൾ സൈൻ ഓഫ് -x ഇസ് ഈക്വൽ ടു -sin x വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്താണ്? തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു -f ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ഈവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സിന് പകരം എക്സ് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള സെയിം ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ആൻഡ് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സ് മൈനസ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ -f ഓഫ് എക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ആൻഡ് ഓഡ് ഫംഗ്ഷൻ ഇതിൽ നമ്മൾ y ഇസ് ഈക്വൽ ടു എക്സ് എന്ന ഒരു എക്സാമ്പിൾ, അതിൻ്റെ ഗ്രാഫാണിത്. ഇറ്റ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. y is equal to x is also an odd function. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് എന്താണ്? സിമെട്രിക്കൽ അബൌട്ട് ഒറിജിൻ ആണ്. സിമെട്രിക്കൽ അബൌട്ട് ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ള ഇതിൽ y വന്നിട്ട് -y ആയിട്ടും റീപ്ലേസ് ചെയ്യണം, ആൻഡ് x വന്നിട്ട് -x ആയിട്ടും റീപ്ലേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ വന്നിട്ട് ഒറിജിനൽ ഇക്വേഷന് സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് സിമെട്രിക്കൽ അബൌട്ട് ഒറിജിൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കാം. ഫോർത്ത് വൺ ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇൻറ്റീജറിൽ ഗ്രേറ്റസ്റ്റ് ആയിരിക്കണം അല്ലേ? അത് തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇതിന് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയും. നമുക്ക് നോക്കാം ഡെഫിനിഷൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ എന്താ പറയുക? ഗ്രേറ്റസ്റ്റ് എന്ന് പറയും. എക്സ് വിച്ച് ഇസ് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് ഈ എക്സ് എന്ന വാല്യൂൻ്റെ അതിൽ ഗ്രേറ്റസ്റ്റ് ഇതിനെക്കാട്ടിലും ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ. ഐ വിൽ ഷോ ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം.
1.9. ഈ സിമ്പിൾ എന്താണ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനെ കുറിക്കുന്നതാണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ദ ഇൻറ്റീജർ വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതിൽ 1.9 എന്ന ഈ നമ്പർ ഇൻറ്റീജറിന് ലെസ് ദാൻ ആയിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കണം. അപ്പോൾ ഇതിൽ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 1. ലെസ് ദാൻ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് ഇൻറ്റീജർ. അപ്പോൾ ഇതിൽ 1 ആണ് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ അല്ലേ. ഇപ്പം സപ്പോസ് ഇവിടെ 1 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1 തന്നെ. ഇപ്പോൾ 1.7 ഒക്കെ ആണെങ്കിൽ 1 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ 1. 2.7 ആണെങ്കിൽ 2 ആണെങ്കിൽ 2 തന്നെ. അങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ കണ്ടുപിടിക്കുക. നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് കോൾഡ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓർ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വിച്ച് ഇസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് ആ എഫ് ഓഫ് എക്സിന് എന്ത് പറയാം? ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓർ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയാം. ഇറ്റ്സ് ഗ്രാഫ് ഇൻ ദ ഫോം ഓഫ് സ്റ്റെപ്സ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും. അപ്പോൾ ലെറ്റ് us ഡ്രോ ദ ഗ്രാഫ് ഓഫ് y is equal to x എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്നത് 1, 2, 3, 0, -1, -2. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 2. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് 1 തൊട്ടിട്ട് 1.9 വരെ നമുക്ക് വരാം. 1.9 സംതിങ് വരെ നമുക്ക്. ബട്ട് 2 ഉണ്ടാവാൻ പാടില്ല. ഇതിൻ്റെ ഇടയിലുള്ളതായിരിക്കണം ഈ വാല്യൂ. അപ്പോൾ ആ വാല്യൂവിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 2 തൊട്ടിട്ട് 3ൻ്റെ മുമ്പെയുള്ള ടേം നമ്പർ വരെയുള്ള എല്ലാ എലമെൻസിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതുപോലെ 3, 0 എല്ലാത്തിൻ്റെയും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇവിടെ ഒന്നുണ്ടാവും ആൻഡ് 2 ആണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ. ഇപ്പം നമ്മൾ 1ൻ്റെ എടുക്കുകയാണെങ്കിൽ 1ൻ്റെ ഇടയിലുള്ള എല്ലാത്തിൻ്റെയും എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ 2, 3, 4 അങ്ങനെ വരില്ലേ? അതുപോലെ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ ഗ്രാഫ് അപ്പം നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഡൊമൈൻ ഓഫ് ദ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇസ് ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ. ഇപ്പം നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെൻറ്റിൽ നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ റിയൽ നമ്പേഴ്സിൽ എല്ലാ എലമെൻസും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഫംഗ്ഷനിൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനിൽ അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ബട്ട് ദ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് മാത്രമായിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഡെസിമൽ വരില്ല, റേഷണൽ വരില്ല. ഓൺലി ഇൻറ്റീജേഴ്സ് മാത്രമേ നമുക്ക് അതിൻ്റെ റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. കാരണം നമുക്കതിൻ്റെ ഗ്രേറ്റസ്റ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളതിൽ ഇൻറ്റീജേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും. എന്തിൽ? സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനിൽ ഉണ്ടാവുക അതിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച്. നെക്സ്റ്റ് നമുക്ക് നോക്കാം പോളിനോമിയൽ ഫംഗ്ഷൻ. നമുക്കറിയാം എന്താ പോളിനോമിയൽ എന്ന് അല്ലേ. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എനി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് എ പോളിനോമിയൽ. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ പോളിനോമിയൽ പോലെ റിപ്രസെൻറ്റ് ചെയ്ത് അതിനെ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x² - 4x. ഇതൊക്കെ എന്താണ്? പോളിനോമിയലാണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 5x² - x + 5. ഇതെല്ലാം എന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇപ്പം നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു k and k is a constant, is also called a constant function ആണ്. ഇപ്പോൾ പോളിനോമിയൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ. ഫോർ എക്സാമ്പിൾ ഒരു തേർഡ് എക്സാമ്പിൾ നോക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് പോളിനോമിയലുമാണ്. 3 × x⁻0 എന്ന് എടുക്കാം. x⁻0 എന്താണ്? 1 ആണ്. അപ്പോൾ ഈ പോളിനോമിയൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമാണെങ്കിൽ അത് പോളിനോമിയൽ ഫംഗ്ഷനും കൂടിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം റാഷണൽ ഫംഗ്ഷൻ. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ നമ്മൾ p/q എന്ന ഫോമിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് q വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ
ബൈ ക്യൂ ഇങ്ങനെ ഫോമിൽ എഴുതുന്നതിനെയാണ് നമ്മൾ റേഷണൽ നമ്പർ എന്ന് പറയുക. ആൻഡ് ദ ക്യൂ വാല്യൂ, ഇതിൽ ഡിനോമിനേറ്റർ വാല്യൂ വന്നിട്ട് എന്താവാൻ പാടില്ല, ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അതുപോലെ തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും. ഫംഗ്ഷൻ ഓഫ് ദ ടൈപ്പ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ബൈ എച്ച് ഓഫ് എക്സ്, രണ്ട് ഫംഗ്ഷൻസ്. വേർ എച്ച് ഓഫ് എക്സ്, ഇതിൽ ഡിനോമിനേറ്റർ വന്നിട്ട് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ആൻഡ് ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ പോളിനോമിയൽ ഫംഗ്ഷൻസ്. ഇതിൽ ജി ഓഫ് എക്സും എച്ച് ഓഫ് എക്സും എന്തായിരിക്കും, പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ എന്ത് പറയാം, റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഇതിൽ എക്സ് സ്ക്വയർ മൈനസ് 4 എന്ന് പറയുന്നതും എക്സ് പ്ലസ് 1 എന്ന് പറയുന്നതും പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇവിടെ എക്സ് പ്ലസ് 1 ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് എന്തായിരിക്കാൻ പാടില്ല, എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു -1 ആണ്. ബിക്കോസ് എക്സ് വന്നിട്ട് -1 ആയി നമുക്ക് ഈ ഹോൾ ഫംഗ്ഷൻ എന്താവും, ഇൻഫിനിറ്റി ആവും. അതുകൊണ്ട് ഡിനോമിനേറ്റർ വാല്യൂ ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ എക്സ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം, റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം റെസിപ്രോക്കൽ ഫംഗ്ഷൻ. എന്താണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ എക്സ് എന്ന ഒരു വാല്യൂ, ഒരു എലമെൻറ്റ്, ഒരു നമ്പർ എന്തെങ്കിലും എടുത്ത് അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും, 1/x ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഫംഗ്ഷനിലും. ഫംഗ്ഷൻ ഓഫ് ദ ടൈപ്പ് y is equal to 1/x ആൻഡ് ഹിയർ എക്സ് വാല്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ മേലെ പറഞ്ഞ പോലെ തന്നെ എക്സ് വാല്യൂ 0 ആകുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ദ വാല്യൂ വിൽ ബിക്കം ഇൻഫിനിറ്റി. അപ്പോൾ എക്സ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനെ ഒരു ഫംഗ്ഷൻ റെസിപ്രോക്കലിലൂടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, റെസിപ്രോക്കൽ ഫംഗ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പൊണൻഷ്യൽ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാം. നമുക്ക് നോക്കാം. എ സ്വിസ് മാത്തമെറ്റീഷ്യൻ ലിയോൺഹാർഡ് ഓയിലർ ആണ് ഈ എക്സ്പൊണൻഷ്യൽ എന്ന ടേം വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എൻ ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 + 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി വരെയും ഉണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ്. ഇത് ഇൻഫൈനൈറ്റ് ടേംസ് വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന് എന്തെന്ന് പറയാം, എക്സ്പൊണൻഷ്യൽ സീരീസ് ഇസ് ആൻ, ഓർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇസ് ആൻ ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറയാം. And it is well known that the sum of this infinite series tend to a finite limit. ഇത് നമുക്ക് finite limit ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നമുക്ക് എന്താണ്, ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. ഈ സീരീസ് വന്നിട്ട് ഇൻഫൈനൈറ്റ് ആണ്. ബട്ട് നമുക്കിതിൽ ഫൈനൈറ്റ് ലിമിറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ കൺവേർജൻറ്റ് സീരീസ് ആയിരിക്കും. നമ്മൾ കൺവേർജൻറ്റ് സീരീസ്, ഡൈവേർജൻറ്റ് സീരീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കിട്ടുന്നത് കൺവേർജൻറ്റ് സീരീസ് ആയിരിക്കും. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡിനോട്ടഡ് ബൈ ഇ. ഇതൊരു റിയൽ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇ എന്ന നമ്പർ യൂസ് ചെയ്തിട്ടാണ്. ദിസ് നമ്പർ ഈസ് എ ട്രാൻസെൻഡൻ്റൽ ഇറേഷണൽ നമ്പർ ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ലൈസ് ബിറ്റ്വീൻ 2 and 3. ട്രാൻസെൻഡൻ്റൽ ഇറേഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു വാല്യൂ കിട്ടില്ല, റിപ്പീറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ 2 അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുണ്ടാവും. ഇറ്റ് ഡസൻ ഹാവ് ആൻ എക്സാക്റ്റ് വാല്യൂ. ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള വാല്യൂ വന്നിട്ട് എന്തായിരിക്കും, ഇൻഫൈനൈറ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ട്രാൻസെൻഡൻ്റൽ ഇറേഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 2 and 3 ആണ്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു ഇൻഫൈനൈറ്റ് സീരീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് x⁻n/n ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മൾ ഫസ്റ്റ് എടുത്ത എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ ഈ പവർ, ഇതിൻ്റെ പവർ വാല്യൂ 1 ആയതുകൊണ്ടാണ് 1 + x/1 ഫാക്ടോറിയൽ. സപ്പോസ് ഇതിന് എക്സ് വാല്യൂ, ഈ 1ന് പകരം നമ്മൾ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് e⁻x = 1 + x/1 ഫാക്ടോറിയൽ പ്ലസ് x²/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ദ സം ഓഫ് ദിസ് ഇൻഫൈനൈറ്റ് സീരീസ് ഓൾസോ ടെൻഡ് ടു എ ഫൈനൈറ്റ് ലിമിറ്റ്, അല്ലേ, വിച്ച് വി ഡിനോട്ടഡ് ബൈ e⁻x. ദിസ് ഈസ് കോൾഡ് ദ എക്സ്പൊണൻഷ്യൽ തിയറം. ഈ e⁻x-നെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ തിയറം എന്ന് പറയുക. ആൻഡ് ദ ഇൻഫൈനൈറ്റ് സീരീസ് കോൾഡ് ദ എക്സ്പൊണൻഷ്യൽ സീരീസ്. ഈ സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്പൊണൻഷ്യൽ സീരീസ്.
and easily we see that we'd get equation number 1. Already നമ്മൾ equation number 1 കണ്ടുപിടിച്ച് equation number 1 അതായത് എക്സ്പൊണൻഷ്യൽ ഇൻ്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഈ ഇക്വേഷൻ അതായത് ഈ എക്സ്പൊണൻഷ്യൽ സീരീസിൽ നമ്മൾ എക്സിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ഇ അല്ലേ? സോ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ്. എക്സ് എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ ആയിരിക്കാം ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയാം. നമുക്ക് ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എസ് എക്സ് ഇൻക്രീസസ് the y value are increasing very rapidly, whereas x decreases the y value are getting closer and closer to 0. ഇപ്പോൾ നമ്മൾ എക്സ് വാല്യൂ ഇൻക്രീസ് ആവുകയാണെങ്കിൽ 0 1 2 3 എക്സെട്ര അങ്ങനെ ആവുമ്പം നമ്മുടെ y വാല്യൂ എന്താവും? ഇറ്റ് വിൽ ഇൻക്രീസ് വെരി റാപ്പിഡ്ലി. അതും നമുക്ക് ഇൻക്രീസ് ആവും. 1 ചെയ്ത് 2 വലിയ നമ്മൾ നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y വാല്യൂ എന്തായിരിക്കും? അതും വലുതായിരിക്കും. അതുപോലെ എക്സ് ഡിഗ്രീസ് ആവുമ്പോൾ വൈയും വന്നിട്ട് ഡിഗ്രീസ് ആയി കുറഞ്ഞ് 0ൻ്റെ അടുത്ത് എത്തും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദർ ഇസ് നോ എക്സ് ഇൻ്റർസെപ്റ്റ് സിൻസ് ഇ പവർ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ഫോർ എനി വാല്യൂ ഓഫ് എക്സ്. ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്രാഫ് ക്രോസസ് ദ ആക്സസ്. ആ ഗ്രാഫ് ഏതെങ്കിലും ഒരു ആക്സസിനെ ക്രോസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻ്റർസെപ്റ്റ് കിട്ടുക. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്രാഫ് വിച്ച് ക്രോസസ് ദ എക്സ് ആക്സസ്. ഏത് ഗ്രാഫാണ് എക്സ് ആക്സസ് ക്രോസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് നമുക്ക് ഇ പവർ എക്സ് അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ സീരീസിൽ നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് ഇല്ല. ബിക്കോസ് ഇ പവർ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0. നമ്മൾ ഈ എക്സിന് ഏത് വാല്യൂ, റിയൽ നമ്പറിൽ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടില്ല? 0 കിട്ടില്ല. ഇപ്പോൾ ഇ പവർ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 കിട്ടും. ആൻഡ് ഇ പവർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വാല്യൂസ് കിട്ടും അല്ലേ? 2 പോയിൻറ്റ് സംതിങ് കിട്ടും നമുക്ക്. അപ്പോൾ എക്സിന് നമ്മൾ റിയൽ നമ്പറിൽ ഏത് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അപ്പോൾ ആ ഇ പവർ എക്സ് എന്ന സീരീസിന് ദർ ഇസ് നോ എക്സ് ഇൻ്റർസെപ്റ്റ് അല്ലേ? ആൻഡ് നെക്സ്റ്റ് ദ y intercept is 1. നമുക്ക് y intercept ഉണ്ട് ബിക്കോസ് ഇ പവർ 0 എന്താണ്? 1 ആണ്. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y. അപ്പോൾ നമുക്ക് y ഈസ് ഈക്വൽ ടു 1 കിട്ടും ഇ പവർ 0. ആൻഡ് ഇ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇ എന്ന് പറയുന്നത് എന്താണ്? 0 അല്ല അവിടെ. അപ്പോൾ നമുക്ക് y intercept ഉണ്ട് ബട്ട് എക്സ് intercept ഇല്ല. And fourth one is the specific points given in the table will serve as a guidelines. നമുക്ക് നോക്കാം. അത് എക്സിന് നമ്മൾ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഈസ് ഈക്വൽ ടു ഇ പവർ എക്സിന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വിൽ ഗെറ്റ് 0.04 ആൻഡ് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0.13 ആൻഡ് -1 നോക്ക്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? നമ്മുടെ എക്സ് ഇൻക്രീസ് ആകുമ്പോൾ y വാല്യൂ ഇൻക്രീസ് ആവും. എക്സ് -3 -2 ആകുമ്പോൾ 0.13 കിട്ടുന്നുണ്ട്. ആൻഡ് 0.361 2.71 റാപ്പിഡ്ലി വെരി റാപ്പിഡ്ലി ആണ് ഇത് ഇൻക്രീസ് ആവുന്നത് അല്ലേ? 2.71 നിന്നും 7.38 ആണ്. വെരി റാപ്പിഡ്ലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് ഡിനോട്ട് ചെയ്യുമ്പം ഫസ്റ്റ് എക്സ് ആക്സസ് ആൻഡ് വൈ ആക്സസ്. എക്സിൽ -3 ആകുമ്പോൾ നമുക്ക് എക്സിൽ -3 ആൻഡ് വൈയിൽ 0.47. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. അതുപോലെ -2 0.13 ആൻഡ് -1 0.36 ഇവിടെ വരും. ആൻഡ് 0 ആൻഡ് 1 2.71. അങ്ങനെ നമ്മൾ ഈ ഗ്രാഫ് എല്ലാ ഓർഡേർഡ് പെയർസും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് y ഈസ് ഈക്വൽ ടു ഇ പവർ എക്സ്. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. മനസ്സിലായില്ല എങ്ങനെ ചെയ്യേണ്ടത്? അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ പവർ എക്സ് ആണ്. അപ്പോൾ ഈ ഇ പവർ എക്സിൽ നമ്മൾ എക്സ് വാല്യൂ ഇൻക്രീസ് ആവുന്നതോടൊപ്പം y വാല്യൂ ഇൻക്രീസിങ് വെരി റാപ്പിഡ്ലി. ആൻഡ് എക്സ് ഡിഗ്രീസ് ആവുമ്പോൾ y വാല്യൂ വന്നിട്ട് പെട്ടെന്ന് ക്ലോസർ ടു 0 ആവും. ആൻഡ് ദർ ഈസ് നോ എക്സ് ഇൻ്റർസെപ്റ്റ് അല്ലേ? ആൻഡ് y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ആൻഡ് നമുക്ക് നോക്കാം. ഇഫ് യു ടേക്ക് ദ ബേസ് ഡിഫറെൻറ്റ് ഫ്രം ഇ. ഇപ്പം നമ്മൾ ഇതിൽ ഇ എടുത്തു, അതിന് പകരം നമുക്ക് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന് എ എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ പവർ എക്സ് ആൻഡ് പ്രൊവൈഡഡ് എ വന്നിട്ട് ഗ്രേറ്റർ ദാൻ 0. ഇപ്പോൾ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്തായിരിക്കും?
എ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരാം? 1 2 ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 1 2 എക്സെട്ര ഇൻഫിനിറ്റി വരെ വരാം. ബട്ട് എ ഇസ് നോട്ട് ഈക്വൽ ടു 1. എ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ഇപ്പോൾ 1 നമ്മൾ ഇത് എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താ നമുക്ക് കിട്ടുക? 1 പവർ എക്സ്. 1 പവർ എനിത്തിങ് എന്താണ്? 1 തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എ വന്നിട്ട് എന്താവാൻ പാടില്ല? ഈക്വൽ ടു 1 ആയിരിക്കാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ എ വാല്യൂ എന്തായിരിക്കും? 2 3 4 5 6 സ്റ്റിൽ ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ എ വാല്യൂ 2 and 3 എടുക്കും. നമുക്ക് എന്താണ് കിട്ടുക എന്ന് നോക്കാം. y ഇസ് ഈക്വൽ ടു 2 പവർ എക്സ് കിട്ടും. അപ്പോൾ എന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് y ഇസ് ഈക്വൽ ടു 2x ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സിന് വാല്യൂ നേരത്തെ നമ്മൾ y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ എക്സിന് നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. -3 -2 -1 1 2 3. അപ്പോൾ y ഇസ് ഈക്വൽ ടു 2 പവർ എക്സ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് ആയിരിക്കും. അതുപോലെ y ഇസ് ഈക്വൽ ടു 3 പവർ എക്സ് എന്ന് പറയുന്നത് ഗ്രാഫ് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് കണ്ടുപിടിച്ചു. ആൻഡ് y ഇസ് ഈക്വൽ ടു 3 പവർ എക്സ് ഇതാണ്. ആൻഡ് y ഇസ് ഈക്വൽ ടു 2 പവർ എക്സ് ആണ്. 3 ഗ്രാഫും തന്നിട്ടുണ്ട് നമുക്ക്. ഇതാണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ലോഗരിത്മിക് ഫംഗ്ഷൻ എന്താണത്. അപ്പോൾ നമുക്ക് അതിൽ ലോഗ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് ആൻഡ് വി റൈറ്റ് ഇറ്റ് ഈക്വലൻ്റ് ആസ്. ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് ലോഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? x ഇസ് ഈക്വൽ ടു ലോഗ് ഇ y. അതായത് നമുക്കിവിടെ ഇതിപ്പോൾ എക്സ്പൊണൻഷ്യൽ ആണ് അല്ലേ? എക്സ്പൊണൻഷ്യൽ ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെടുക്കണം? ലോഗ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലോഗ് യൂസ് ചെയ്ത ഈ ലോഗ് ആൻഡ് ഇ ഗെറ്റ് ക്യാൻസൽ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് നോക്കാം ഇവിടെ. അയ്യോ സോറി, ഇവിടെ ഇ പവർ എക്സ് വന്നിട്ട് നമ്മൾ പവറിൽ വരും കേട്ടോ. അതിൽ ലോഗ് y ഇസ് ഈക്വൽ ടു ഇ പവർ എന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്പൊണൻഷ്യലാണ്. ഇ പവർ എക്സ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യലാണ്. നമുക്ക് എന്താണ് വേണ്ടത്? ലോഗരിത്മിക് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ എക്സ്പൊണൻഷ്യലിൽ നിന്നും ലോഗ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ എക്സ്പൊണൻഷ്യലിനെ ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബോത്ത് സൈഡ് നമ്മൾ എന്തെടുക്കണം? ലോഗ് എടുക്കണം. അപ്പം ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് ഇ പവർ എക്സ് ആയിട്ട് വരിക. ലോഗ് ഇ പവർ എക്സ് എടുക്കുമ്പോൾ ആൻഡ് ലോഗ് ആൻഡ് എക്സ്പൊണൻഷ്യൽ ഗെറ്റ് ക്യാൻസൽ. ഇത് രണ്ടും റെസിപ്രോക്കലാണ്. എക്സ്പൊണൻഷ്യലും ലോഗും എന്ന് പറയുന്നത് റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഗെറ്റ് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് വൈ എന്ന് കിട്ടും. ആൻഡ് അപ്പോൾ നമുക്ക് ഇതിന് എന്തെന്ന് പറയാം? y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്നും പറയാം അല്ലേ? ഇസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ്. അപ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് എന്ന എക്സ്പൊണൻഷ്യൽ സീരീസിന് ഫംഗ്ഷന് നമ്മൾ ലോഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ലോഗരിത്മിക് ഫംഗ്ഷൻ എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് വൈ. ആൻഡ് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് പറയുന്നത് ഇസ് ദ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ്. ഇ പവർ എക്സിൻ്റെ എന്താണ്? y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ളതിനൊക്കെ ഗ്രാഫിൽ റിപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മേലെല്ലാം ചെയ്തതുപോലെ തന്നെ ദ ബേസ് ഓഫ് ദ ലോഗരിതം ഇസ് നോട്ട് റിട്ടൺ ഇഫ് ഇറ്റ് ഈസ് ഇ ആൻഡ് ലോഗ് ഇ എക്സ് ഇസ് യൂഷ്വലി റിട്ടൺ ആസ് ലോഗ് എക്സ്. ഇ എഴുതണം എന്നില്ല, നമുക്ക് അവിടെ നമുക്ക് ലോഗ് എക്സ് എന്ന് തന്നെ എഴുതിയാലും മതി. ആസ് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ് ആൻഡ് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ആർ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് അല്ലെ? നമ്മൾ പറഞ്ഞു y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനാണ് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ദ ലൈൻ y ഇസ് ഈക്വൽ ടു എക്സ് അല്ലെ? നമ്മൾ പഠിച്ചു സിമെട്രിക് എന്താണ്. ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദാറ്റ് ഓഫ് y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? അതിൻ്റെ ഗ്രാഫ് വന്നിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ എക്സിനും വൈനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ y ഇസ് ഈക്വൽ ടു ഇ പവർ എക്സിൻ്റെ ഗ്രാഫ് കണ്ടുപിടിച്ചു. ആൻഡ് y ഇസ് ഈക്വൽ ടു എക്സ്. y ഇസ് ഈക്വൽ ടു എക്സിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? ആൻഡ് y ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫ് ഇറ്റ് ഈസ് എ കേർവ് പോലെയായിരിക്കും. ആൻഡ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്? ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രാഫ് കണ്ടുപിടിക്കാം അല്ലേ? നെക്സ്റ്റ് നോട്ട് നോക്കാം. ദ ലേണർ മേ റീകോൾ ദ ലോസ് ഓഫ് ഇൻറ്റീസേഴ്സ് വിച്ച് യു ഹാവ് ഓൾറെഡി സ്റ്റഡീസ്. നമ്മൾ കുറച്ച് ലോസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് റീകോൾ ചെയ്യാം. ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എം ആൻഡ് എൻ ആർ റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ
എ പവർ എം ഇൻറ്റു എ പവർ എൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് എ പവർ എം പ്ലസ് എൻ, ആൻഡ് എ പവർ എം ഡിവൈഡഡ് ബൈ എ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം മൈനസ് എൻ ആയിരിക്കും. അതുപോലെ എ പവർ എൻ ഹോൾ പവർ എൻ എന്ന് പറയുന്നത് എ പവർ എം എൻ വിച്ച് ഇസ് ഈക്വൽ ടു എ പവർ 0 is equal to 1. ആൻഡ് ദ കറസ്പോണ്ടിങ് ലോസ് ഓഫ് ലോഗരിതംസ് ആർ. ഇപ്പം നമ്മൾ ഇതിപ്പോൾ എന്താ യൂസ് ചെയ്യുന്നത്, നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലോഗ് എങ്ങനെയാണ് വരികയെന്ന്. അപ്പോൾ ലോഗ് ഓഫ് എം എൻ ഇസ് ഈക്വൽ ടു ലോഗ് എം പ്ലസ് ലോഗ് എൻ ആയിരിക്കും. ആൻഡ് ലോഗ് ഓഫ് എം ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു ലോഗ് എം മൈനസ് ലോഗ് എൻ ആയിരിക്കും. ഇവിടെ പഠിച്ചതുപോലെ തന്നെ ഇതിൽ ലോഗ് യൂസ് ചെയ്യുന്നു. അതുപോലെ ലോഗ് ഓഫ് എം പവർ എൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, എൻ ഇൻറ്റു ലോഗ് എം, എൻ ഫ്രണ്ടിൽ വരും, എൻ ഇൻറ്റു ലോഗ് എ, ഇതൊക്കെ റൂളാണ്. ആൻഡ് ലോഗ് എം ഇസ് ഈക്വൽ ടു ലോഗ് ബി എം ഇസ് ഈക്വൽ ടു ലോഗ് എ എം ഡിവൈഡഡ് ബൈ ലോഗ് എ ബി, ഓർ ലോഗ് ബി എം ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ലോഗ് എ എം ലോഗ് ബി. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട റൂൾസ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ? ഐഡൻറ്റിറ്റി പറയുന്നത് എന്താണ്, സെയിം അല്ലേ, സെയിം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, സെയിം ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ആയിട്ടുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. എന്താണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ, ആൻഡ് ദ ഫംഗ്ഷൻ എന്താണ്, വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഫോർ ഈച്ച് എക്സ് ഇൻ റിയൽ നമ്പറിലാണ്. സച്ച് എ ഫംഗ്ഷൻ ഇസ് കോൾഡ് ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഹിയർ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ആർ ആർ. The graph is straight line and it passes through the origin. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഐഡൻറ്റിറ്റി പറയുന്നത് എന്താണ്, അത് നമുക്ക് സെയിം ആയിരിക്കും. ഇപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ എഫ് ഓഫ് എക്സിന് 0 എടുത്ത വൈ വാല്യൂ എന്തായിരിക്കും, നമുക്ക് 0. ആൻഡ് എക്സ് വന്നിട്ട് 1 എടുത്ത ആൻഡ് വൈ വാല്യൂ 1, 2 എടുത്ത 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് വാല്യൂം വൈ വാല്യൂം എന്താണ്, ഈക്വൽ ആണ്. ഈക്വൽ അല്ല, സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് റിപ്രസെൻ്റ് ചെയ്യുമ്പോൾ 0 0 1 1 2 2 3 3 4 4 അങ്ങനെയായിരിക്കും നമ്മുടെ ഗ്രാഫ് വരിക. അപ്പോൾ -1 അപ്പോൾ നമുക്ക് എക്സിനും വൈനും സെയിം വാല്യൂ ആണ് കിട്ടുക. അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് പാസസ് ടു ദ ഒറിജിൻ അല്ലേ. അതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. എന്താണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ? കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ആവില്ല അല്ലേ, അത് എപ്പോഴും സ്ഥിരമായിട്ടുണ്ടാവും, അത് തന്നെയാണ് അതിൻ്റെ വാല്യൂ, ഇറ്റ് ഡസൻ ചേഞ്ച്. ആൻഡ് ഡിഫൈൻ ദ ഫംഗ്ഷൻ. നമ്മളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഇസ് എ മാപ്പിംഗ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സി. സി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, ആ വാല്യൂ ഡസൻ ചേഞ്ച്. ആൻഡ് ഹിയർ ഡൊമൈൻ ഓഫ് എഫ് ഇസ് ആർ ആൻഡ് ഇറ്റ്സ് റേഞ്ചസ് സി അല്ലേ. ഇതിൽ നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് ഒരേ ഒരു വാല്യൂ ആയിരിക്കും, അതേ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും അല്ലേ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4 എന്ന വാല്യൂ തന്നിട്ടുണ്ട്. 4 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് ഇവിടെ വൈ വാല്യൂ എന്തായിരിക്കും, 4 ആയിരിക്കും. അതിൻ്റെ മാപ്പിംഗ് വന്നിട്ട് 4 ആയിരിക്കും. ഇപ്പം നമ്മൾ 0ക്ക് 4 ആണ് അല്ലേ, 1-നെടുത്ത 4 ആണ്, 2 4 3 4 4 4 5 4 6 4 അങ്ങനെ വരും. അതുപോലെ -2 4 -3 4 -4 4. ഇതിൻ്റെ എല്ലാം റേഞ്ച്, അതായത് ഇമാജ്, നമ്മൾ എടുക്കുന്ന ഓരോ എലമെൻറ്റിൻ്റെയും ഇമാജ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാപ്പിംഗ് എടുക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മാപ്പിംഗ് എല്ലാം ഒരേ ഒരു വാല്യൂവിലായിരിക്കണം, കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഒരേ ഒരു വാല്യൂയിലേക്കാണ് ഇതിൻ്റെ മാപ്പിംഗ് പോകുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് പറയും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും അല്ലേ. നെക്സ്റ്റ്, അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, അപ്പോൾ ഇതെന്തായിരിക്കും, ഇത് പാരലലായിരിക്കും. ആ ആക്സസിന് നമുക്ക് ഈ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സസിന് പാരലൽ ലൈനാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ വന്നിട്ട് പാരലൽ ടു എക്സ് ആക്സസ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഫംഗ്ഷൻ നോക്കാം. എന്താണ് സിഗ്നം ഫംഗ്ഷൻ? എന്താണ് സിഗ്നം ഫംഗ്ഷൻ? ഇപ്പം നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ വന്നിട്ട് 1 ആയിരിക്കും. എപ്പോൾ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0
ആൻഡ് 0 ആയിരിക്കും ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആൻഡ് -1 ആയിരിക്കും ഇഫ് എക്സ് ലെസ് ദാൻ 0. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുക. അതായത് തന്നിട്ടുള്ള ഫംഗ്ഷനിൽ നമ്മൾ എക്സ് വാല്യൂ ഗ്രേറ്റർ ദാൻ 0, ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് 1 2 3 ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആൻഡ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 ആൻഡ് എക്സ് ലെസ് ദാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അതായത് നെഗറ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടുകയാണെങ്കിൽ ആ തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ദ ഡൊമൈൻ ഓഫ് ദ സിഗ്നം ഫംഗ്ഷൻ ഇസ് ആർ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡൊമൈൻ ഫസ്റ്റ് സെറ്റ് എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. റിയൽ നമ്പേഴ്സിലെ എല്ലാ വാല്യൂസും നമുക്ക് എടുക്കാം. ആൻഡ് റേഞ്ച് എന്തായിരിക്കണം? അതിൽ നമുക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടാൻ പാടുള്ളൂ? 1 0 ആൻഡ് -1. ഈ സെറ്റ് മാത്രമായിരിക്കും നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? നമുക്ക് ഡൊമൈൻ വന്നിട്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ 0 വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 0 ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താ കിട്ടുക? 0 ഒരു റേഞ്ചിൽ 0 ആൻഡ് -1 അതെല്ലാം y വാല്യൂസ് ആണ് അല്ലേ? ആൻഡ് y ഇസ് ഈക്വൽ ടു 1. ഇതായിരിക്കും സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. And the domain of the signum function is R and the range is the set -1 0 and 1 അല്ലേ? ഈ -1 0 1 എന്ന് പറയുന്നത് എക്സിലുള്ള എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് എല്ലാം റിയൽ നമ്പേഴ്സിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് വൈയിലുള്ള റേഞ്ച് -1 0 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്കതിന് സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയാൻ പാടുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയാണ് ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ആൻഡ് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്? മോണോട്ടോണിക് ഫങ്ഷൻസ് എന്താണെന്ന് പഠിച്ചു. ആൻഡ് ഈവൻ ഫങ്ഷൻ നമ്മൾ പഠിച്ചു. ഓഡ് ഫങ്ഷൻ പഠിച്ചു. കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ, ഐഡൻറ്റിറ്റി ഫങ്ഷൻസ് പഠിച്ചു. എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻ, ലോഗരിത്മിക് ഫങ്ഷൻ ആൻഡ് സിഗ്നം ഫങ്ഷനൊക്കെ പഠിച്ചു എന്താണ്. ആൻഡ് അതൊക്കെ എങ്ങനെയാണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. താങ്ക് യു.